മദ്യലഹരിയിൽ 17-കാരൻ ഓടിച്ച കാറിടിച്ച് 2 പേർ കൊല്ലപ്പെട്ട കേസിൽ 17-കാരന്റെ ജാമ്യം ജുവനൈൽ കോടതി റദ്ദാക്കി. പ്രതിയെ 15 ദിവസത്തേക്ക് ജുവനൈൽ ഹോമിൽ റിമാൻഡ് ചെയ്യും. പ്രതിയെ പ്രായപൂർത്തിയായ ആളായി പരിഗണിച്ച് കുറ്റം ചുമത്തണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി പിന്നീട് പരിഗണിക്കും. പ്രതിക്ക് ആഡംബര കാർ നൽകിയ പിതാവിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതിസമ്പന്നന്റെ മകനാണ് പ്രതി. പബ്ബിലെ നിശാ പാർട്ടി കഴിഞ്ഞ് ആഡംബരക്കാറിൽ കുതിച്ചതാണ്. നിരപരാധികളായ 2 ടെക്കികളുടെ ജീവനെടുക്കാനുള്ള മരണപ്പാച്ചിൽ. വണ്ടി ഓടിച്ചത് 17-കാരനല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആദ്യം നടന്നു. CCTV ദൃശ്യങ്ങൾ വന്നതോടെ ആ വാദം പൊളിഞ്ഞു. പ്രതി മദ്യപിച്ചില്ലെന്ന് ഡോക്ടറുടെ സാക്ഷ്യം. സംഭവ ദിവസത്തെ പബ്ബിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ വാദവും പൊളിഞ്ഞു. സംഭവം നടന്ന് 15 മണിക്കൂറിനുള്ളിൽ ജാമ്യം അനുവദിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നൽകിയ വ്യവസ്ഥകളും വൻ ജനരോഷമുയർത്തി. അപകടത്തെക്കുറിച്ച് ഉപന്യാസം, 15 ദിനം ട്രാഫിക് പോലീസിനെ സഹായിക്കൽ തുടങ്ങിയ ലഘുവ്യവസ്ഥകൾ. 18 തികയാൻ 4 മാസം മാത്രം ശേഷിക്കുന്ന പ്രതിയെ കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് മുതിർന്ന പൗരനായി പരിഗണിക്കണമെന്ന വാദവും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളുകയായിരുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിമർശനവുമായി രംഗത്തെത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിനെ വിമർശിച്ച് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പ്രതികരിച്ചു. ജാമ്യം പുനഃപരിശോധിക്കണമെന്ന പോലീസിന്റെ അപേക്ഷയിലാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിയെ വീണ്ടും വരുത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് മദ്യം നൽകിയതിന് പബ് ഉടമയും അറസ്റ്റ് ചെയ്തു. ഈ പബ് എക്സൈസ് വകുപ്പ് സീൽ ചെയ്തിരുന്നു. അനധികൃതമായി പ്രവർത്തിച്ച പബ്ബുകൾ പൂനെ കോർപ്പറേഷൻ ഇന്ന് ഇടിച്ചു നിരത്തി. 24 മുംബൈ.